ഈ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയിൽ ഒരു മുസ്ലിം മതപുരോഹിതൻ അതല്ലെങ്കിൽ ഒരു ഇമാമോ അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു മാന്യദേഹം പറയുകയുണ്ടായി, ഈ ഭൂമിയിൽ ഏത് പ്രദേശത്തിരുന്നും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരേ അളവും ഒരേ മൂല്യവുമാണ് ഉള്ളത്. അതിന് ഇന്ന പ്രദേശത്തോ ഇന്ന ആരാധനാലയത്തിലോ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് വളരെ നല്ലൊരു സന്ദേശം നൽകുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഇദ്ദേഹം പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ പ്രശ്നബാധിതമായ പല ആരാധനാലയങ്ങൾ, ഗ്യാൻവാപ്പി, അജ്മീർ, ഡൽഹിയിലെ ജുമ്മ മസ്ജിദ്, മധുരയിലെ ക്ഷേത്രം, അങ്ങനെ കുറച്ച് പ്രശ്നബാധിത പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രത്യേകിച്ച് സംഭാല്, ഉത്തർപ്രദേശിലെ സംഭാലിലാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു പ്രദേശം. അവിടെ ഒരു 5 മുസ്ലിം യുവാക്കൾ അവിടെ ഒരു കലഹത്തിൽ മരിക്കാനിടയായി. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കന്മാരായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ കെ സി വേണുഗോപാൽ, അതിനോടൊപ്പം തന്നെ 2-3 വ്യക്തികൾ സംഭാലിൽ പ്രശ്നബാധിതമായ പ്രദേശത്ത് പോകണമെന്ന് വാശി പിടിക്കുകയും അവർ നിയമപാലകരുമായിട്ട് ഒരു ഹൈവേയിൽ നിന്ന് വാദപ്രതിവാദം ചെയ്യുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി പറയുന്നു, എനിക്ക് ഒറ്റയ്ക്കെങ്കിലും അവിടെ പോകണം, ഞാൻ പോയാലേ അവിടുത്തെ കാര്യങ്ങൾ ശരിയാകുള്ളൂ. കാരണം അദ്ദേഹം ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് ചേട്ടനും ചേച്ചിക്കും പിന്നെ കെ സിക്കും അവിടെ പോകാനായിട്ടുള്ളൊരാഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ അവിടെ പോലീസ് അധികം അവിടെ കാര്യങ്ങൾ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവരുടെ ആവേശം കണ്ടാൽ തോന്നും അവർ ഈ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിമുകളുടെയും പ്രശ്നങ്ങൾ തീർത്ത പോലെയാണ് അവർ സംസാരിക്കുന്നത്. എന്തൊക്കെയോ അവർക്ക് അവിടെ പോയി നേടാനുണ്ട് എന്ന വിധത്തിലാണ് അവരുടെ പെരുമാറ്റം. ഇനി ഇത് കണ്ട് ആവേശം കൊള്ളുന്ന മുസ്ലിം യുവാക്കൾ, അതുമല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് ബാബറി മസ്ജിദ്, ഇപ്പം അതിൻ്റെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. അദ്ദേഹം കോൺഗ്രസ്കാരനായിരുന്നു. ആ വേളയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ ഒറ്റ ആഹ്വാനം കൊണ്ട് ഈ മസ്ജിദിന് ചുറ്റും ഒരു വലയം തീർത്ത് ഒരാളും അവിടെ കടക്കാത്ത രീതിയിലാക്കാമായിരുന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നത് LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നീ BJP നേതാക്കന്മാർ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അതിൻ്റെ മകുടങ്ങൾ ഓരോന്നായിട്ട് കുറേ മണിക്കൂറുകൾ എടുത്താണ് ഈ സാധനം നിലം പതിച്ചത്. അവർ പൊളിച്ച് നിലം പതിച്ച സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യായിരുന്നു? നരസിംഹറാവു ഗവൺമെൻറ്റിനും വ്യക്തമായിട്ട് ധാരണയുണ്ടായിരുന്ന എന്താണ് അന്ന് സംഭവിക്കുക. കാരണം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യയിലും ലോകത്തും നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനോ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലെത്തിക്കാനോ പലതരത്തിലുള്ള ഏജൻസികളുണ്ട്. അത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്. അവരൊക്കെ വ്യക്തമായിട്ട് അറിയാം അവിടെ ദിവസം ഇന്ന സമയം ഇന്ന മാതിരി ബാബറി മസ്ജിദ് നിലം പതിക്കുമെന്നുള്ളത്. കോൺഗ്രസ് പാർട്ടി തടഞ്ഞു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എന്തെങ്കിലും പറയാനുണ്ടോ? നരസിംഹറാവു അത് കല്യാൺ സിംഗ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് വെക്കാൻ നോക്കുന്നു. ഗാന്ധി കുടുംബം ഇത് നരസിംഹറാവുവിൻ്റെ തലയിലേക്ക് വെക്കാൻ നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ പരമമായ അധികാരത്തിലിരുന്നിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷതയിലും അതോടൊപ്പം ഉള്ള സംരക്ഷണയിലുമാണ് അന്ന് കർസേവകർ ബാബറി മസ്ജിദ് പൊളിച്ച് അയോധ്യ രാമക്ഷേത്രം തിരിച്ചു പിടിച്ചത്. അപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ടോ ഇന്നത്തെ സംഭവങ്ങൾ വെച്ച്? ഇനി ഞാൻ ചരിത്രത്തിൽ നിന്നും വേറൊരു കഥയും കൂടി നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഗുജറാത്ത് കലാപം നടക്കുന്ന വേളയിൽ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി, ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രിയായിരുന്നു. വാജ്പേയി പ്രതിരോധ മന്ത്രിയെ ഗുജറാത്തിലേക്ക് വിടുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുമായിട്ട് ചർച്ച നടത്തുന്നു. അന്ന് നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ജോർജ് ഫെർണാണ്ടസിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു.
നരേന്ദ്രമോദി ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിയോളാം, ഗുജറാത്തിലെ പോയി പണി നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ചെയ്യേണ്ട പോലെ രീതിയിലുള്ള ഭരണ സംവിധാനം അവിടെ ചെയ്തു. അദ്ദേഹത്തിന് അതിൻ്റെതായ പിന്തുണയും ഗുജറാത്തികൾ അതിനുശേഷം കഴിഞ്ഞ 25 വർഷത്തോളമായി നൽകിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു ചെന്ന് ജോർജ് ഫെർണാണ്ടസ് വാജ്പേയിയുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ വാജ്പേയി പോലും ആ ചർച്ചകളിൽ നമുക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടാലോ എന്നുള്ള ചർച്ചകൾ വരെ നടന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്നാൽ എൽകെ അദ്വാനി അതിനെ തടഞ്ഞു. അദ്ദേഹം ഉപപ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആയിരുന്നു, അദ്ദേഹം തടഞ്ഞു എന്നാണ് പുറത്തു വരുന്നത്. അതിനുശേഷം ഗുജറാത്ത് ശാന്തമായി. ഈ വെല്ലുവിളികളും ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ ഒരു ചെറിയ വിഭാഗം ന്യൂനപക്ഷം ചെന്ന് ഭൂരിപക്ഷത്തിനെ ആക്രമിക്കുന്ന രീതിയൊക്കെ ഇല്ലാതാകുകയാണ്. ഗുജറാത്ത് ശാന്തവും സമാധാനവുമുള്ള 2 ദശകങ്ങൾ കടന്നുപോയി. ഒരു പ്രശ്നവും അവിടെയില്ല. അതാണ് സംഭവിച്ചത്. ഇനി 2004 തൊട്ട് 2014 വരെ മൻമോഹൻ സിംഗ് ആയിരുന്നു. നരസിംഹ റാവു അല്ല, മൻമോഹൻ സിംഗ്. വേറൊരു പ്രധാനമന്ത്രി, സോണിയാഗാന്ധിയുടെ ആഹ്വാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അവരുടെ ഗാന്ധി കുടുംബത്തിൻ്റെ കൈകളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു ഭരണം. ആ കാലഘട്ടത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നു? അതുമല്ലെങ്കിൽ ഇതുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട് നിങ്ങൾ വലിയ ഇരകളാക്കി വാദിക്കുന്നവർ ഇരകളാണ്, ഇവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ, അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ഈ കാലഘട്ടത്തിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മുസ്ലിം യുവാക്കൾ ഗാന്ധി കുടുംബത്തോട് ചോദിക്കണം. ഞാൻ സത്യമല്ല പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കൂ. അവരൊന്നും ചെയ്തില്ല. മറിച്ച് മൻമോഹൻ സിംഗ്, അന്നാളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ജോർജ് ബുഷ് നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണവശാൽ ഇങ്ങോട്ട് വരുന്നതിനുള്ള വിസ തടഞ്ഞു. അന്ന് മൻമോഹൻ സിംഗ് ജോർജ് ബുഷിൻ്റെ അടുത്ത് തട്ടിക്കയറുക ചെയ്തത്. ഈ ഒരു ഇന്ത്യൻ മുഖ്യമന്ത്രിക്ക് വിസ തടയാനുള്ള അധികാരം എന്തുണ്ടോ താങ്കൾക്ക് എന്നാണ് ബുഷിനോട് ചോദിച്ചത്. തന്നെയുമല്ല, എന്നും മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയുമായിട്ടുള്ള വ്യവഹാരങ്ങളും സൗഹൃദവും കണ്ടാൽ നമുക്ക് തോന്നില്ല അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും സംഭാലിൽ, ഉത്തർപ്രദേശിൽ പ്രശ്നബാധിതമായ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ, ഒരു മുസ്ലിം മസ്ജിദിൻ്റെ അവിടെ പോയിട്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? വ്യക്തമായിട്ടും അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറി, അതല്ലെങ്കിൽ ബാക്ക് ഡയലോഗ് എന്ന് പറഞ്ഞാൽ, എനിക്ക് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ആവണം. ഒറ്റ ലൈനുള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും മുതലെടുക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ആവണം. അതല്ലാതെ അദ്ദേഹം അവിടെ ചെന്നാൽ അതും നടക്കില്ല, അദ്ദേഹം പ്രധാനമന്ത്രി ആവൂല, അവിടുത്തെ കാര്യങ്ങൾ വഷളാവും, കുറേ മുസ്ലിം യുവാക്കളെ കുരുതി കൊടുക്കും. ഈ കാലഘട്ടത്തിൽ മറ്റു വിഭാഗങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒപ്പം തന്നെ ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി BJPക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം. കാരണം ഇത് ഞാൻ പറയുന്നത് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ചരിത്രത്തിൽ നമ്മളെല്ലാവരും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പലപ്പോഴും ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, ഏറ്റവും വലിയ ഹിന്ദുക്കൾ ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ്, അത് BJPയേക്കാളും കൂടുതലായിട്ടിരിക്കുന്നത്. ഇന്ന് മുസ്ലിമിന് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമുള്ളത് കേരളത്തിൽ മാത്രമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ബാക്കി ചെറുകക്ഷികളുടെയും പ്രീണന നയം മൂലം എന്തെങ്കിലുമൊക്കെ പറ്റിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നേടിയെടുക്കാൻ ശ്രമിക്കാം. പക്ഷെ അതുപോലും ഏതോ തരത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് കേരളം പോലും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇപ്പോൾ അടുത്ത് കണ്ട വേറൊരു വീഡിയോ, ഒരു സ്ത്രീ, മുസ്ലിം നാമധാരിയായ സ്ത്രീ ഇരുന്ന് പറയാണ്, മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ മരിച്ചാലും ശക്തിയുള്ളവരാണ്. അവരും അതുപോലെ തന്നെ കുറേ മുസ്ലിം നേതാക്കന്മാരിൽ നിന്ന് മുസ്ലിം യുവാക്കളെ പിരികേറ്റി അവരെ ഒരു പരുവത്തിലാക്കി കുരുതി കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ അവർ ചെയ്യുന്നത്. ഈ പറഞ്ഞ സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ ഇത്ര ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ ലോകമാകമാനം എല്ലായിടത്തും അടിച്ചമർത്തപ്പെടാണ് ഇസ്ലാമിക സഹോദരങ്ങളും മുസ്ലിമും. ഒരു 177 ആൾക്കാരെ കുരുതി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. എന്താണ് ഇവർക്കൊക്കെ ഉള്ള പ്രചോദനം? വളരെ സ്നേഹത്തോടും ശാന്തിയോടും കൂടെ ഞാൻ മുസ്ലിം യുവാക്കളോട് പറയട്ടെ, നിങ്ങളെ കുരുതി കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതല്ലെങ്കിൽ നിങ്ങൾ ചരിത്രമെടുത്ത്
വായിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ഇന്ത്യയിലുണ്ട്. തന്നെയുമല്ല, ഏറ്റവും സമാധാനമായിട്ട് ഇപ്പം ഇറാഖോ അഫ്ഗാനിസ്ഥാനോ അവിടെ എവിടെയും നടക്കുന്ന പോലെയല്ല, വളരെ സമാധാനപരമായിട്ട് നിങ്ങളുടെ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. പക്ഷെ നിങ്ങളെ കുരുതി കൊടുക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്, നിങ്ങളെ കുരുതി കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഗാന്ധി കുടുംബം. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ സംഭാൽ എന്ന പ്രശ്നബാധിത അവിടെ പോയി ഇത്തിരി വഷളാക്കണം. അതിങ്ങനെ വലിയ പ്രശ്നമില്ലാതെ പോകുന്ന പ്രശ്നത്തെ വഷളാക്കാൻ വേണ്ടിയാണ് അവരവിടെ പോകുന്നത്. അവിടെ പോയി നിങ്ങളെ കുരുതി കൊടുത്ത് നിങ്ങളെ ചാടിച്ച് പ്രകോപിപ്പിച്ച് അതിൻ്റെ ഫലം രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കിട്ടില്ല. കിട്ടാൻ പോകുന്നത് യോഗി ആദിത്യനാഥിനായിരിക്കും. അതാണ് ചരിത്രം തെളിയിച്ചിരിക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് ഞാൻ ആശംസിക്കുന്നു.